ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, നമ്മൾ ചില മനുഷ്യർക്ക് ഒരുപാട് നന്മകൾ ചെയ്യുന്നു. എത്ര നന്മ ചെയ്താലും, എത്ര ശരി ചെയ്താലും കാര്യമൊന്നും അറിയാതെ അവർ നമ്മളിൽ നിന്ന് അകന്നു പോവുകയും നമ്മളെ കുറ്റപ്പെടുത്തുകയും ചെയ്യും. നമ്മൾ അവരുടെ മുമ്പിൽ തീർത്തും അവഗണിക്കപ്പെടുന്ന ഒരു അവസ്ഥയുണ്ടാകും. എത്ര അവരെ തിരുത്താൻ ശ്രമിച്ചാലും അവരത് അംഗീകരിക്കാൻ തയ്യാറാവില്ല. നമ്മൾ ആ സമയത്ത് ചെയ്യേണ്ടത് പതുക്കെ അവരിൽ നിന്ന് അകന്നു മാറിപ്പോകും. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, കണ്ണുകൾ അടച്ചു കഴിഞ്ഞവർക്ക് കാണുന്ന കാഴ്ചകളെല്ലാം ഇരുട്ട് മാത്രമായിരിക്കും. ഇരുട്ടിന്റെ ലോകത്ത് നിന്നാണ് അവർ നമ്മളെ വീക്ഷിക്കുന്നത്. പക്ഷേ കാലങ്ങൾ അവർക്ക് വേണ്ടി കാത്തിരുന്നിട്ട് കാര്യമില്ല. നീതിയുടെ ദൈവം, സത്യത്തിന്റെ ദൈവം നമുക്ക് വേണ്ടി കാത്തിരിക്കുന്നു. ക്രിസ്തുവിനോട് നമുക്ക് ചേർന്ന് നിൽക്കാം. ക്രിസ്തുവിന്റെ അടുത്തേക്ക് കടന്നു വരാം. സങ്കീർത്തന പുസ്തകം 41 അധ്യായം അതിന്റെ 9 വാക്യം പറയുകയാണ് നമ്മളോട്: ഞാൻ വിശ്വസിച്ചവനും എന്റെ ഭക്ഷണത്തിൽ പങ്കുചേർന്നവനും ആയ എന്റെ പ്രാണസ്നേഹിതൻ പോലും എനിക്കെതിരായി. അവർ എനിക്കായി കുതികാൽ ഉയർത്തിയിരിക്കുന്നു. അടുത്ത വാക്യം പറയുകയാണ്: കർത്താവേ, നീ എന്നോട് കൃപ തോന്നണമേ, നീ എന്നോട് കരുണ ചെയ്യണമേ. ഈ ഒരു പ്രാർത്ഥനയായിരിക്കണം നമുക്ക് വേണം. നമ്മളുടെ ബന്ധങ്ങളൊക്കെ ഒരു പക്ഷേ അറ്റുപോയേക്കാം. നമ്മളെ എത്രയധികം ചില മനുഷ്യരെ സ്നേഹിച്ചിട്ടുണ്ട്. പക്ഷെ സ്നേഹിതരൊക്കെ നമ്മുടെ ചില തകർച്ചയിലും നമ്മുടെ ചില പതർച്ചയിലും അവർ നമ്മളെ തള്ളിയിട്ടിട്ട് പോയേക്കാം. പക്ഷെ കർത്താവ് അങ്ങനെയല്ല. യേശുക്രിസ്തു നിന്റെ കൂടെയുണ്ട്. നിന്റെ കൂടെ അവൻ വഴി നടത്തും. നിന്നെ അവൻ വഴി നടത്തുന്നവനാണ്. അവരോട് നമുക്ക് ചേർന്ന് നിൽക്കാം. ക്രിസ്തു നൽകുന്ന സമാധാനവും സ്നേഹവും നമുക്ക് രുചിച്ചറിയാം. യേശുക്രിസ്തു പറയുകയാണ്: ഞാൻ നിന്റെ കൂടെയുണ്ട്, ഞാൻ നിന്നെ അനുഗ്രഹിക്കും, ഞാൻ നിന്നോട് കരുണ ചെയ്യും, നിന്റെ തകർച്ചയിൽ ഞാൻ കൂടെ ഇരുന്ന് നിന്നെ ബലപ്പെടുത്തും. നമ്മൾ ആരെയും ന്യായീകരിക്കാൻ പോകേണ്ട ആവശ്യമില്ല. നമ്മളുടെ ന്യായീകരണങ്ങളൊക്കെ അവരുടെ മുമ്പിൽ വിലപ്പോകില്ല എന്ന് കൃത്യമായി നമുക്കറിയാം. നമ്മുടെ മനസ്സറിയുന്ന ഒരു കർത്താവുണ്ട്. നമ്മുടെ ഭാഗത്ത് ശരികളുണ്ടെന്ന് തിരിച്ചറിയുന്ന ഒരു കർത്താവുണ്ട്. അവന്റെ സന്നിധിയിലേക്ക് നമുക്ക് ചേർന്ന് നിൽക്കാം. ക്രിസ്തു നൽകുന്ന സമാധാനവും സ്നേഹവും നമുക്ക് രുചിച്ചറിയാം. ക്രിസ്തുവെങ്കിലേക്ക് നമുക്ക് ചേർന്ന് നിൽക്കാം. അവൻ നമ്മെ വഴി നടത്തും. യേശുക്രിസ്തുവിന്റെ സ്നേഹം, അനിത്യമായ സ്നേഹം, കറയില്ലാത്ത സ്നേഹം, ആ സ്നേഹം ആവോളം നമുക്ക് രുചിച്ച ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.